ഈശ്വരൻ ഈശ്വരൻ എല്ലാറ്റിലും സ്ഥിതി ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിനക്കറിയാമോ? പ്രഭു കുടുംബത്തിലെ സ്ത്രീകൾ തട്ടികയ്ക്കകത്തിരിക്കുന്നത് പോലെ ഈശ്വരൻ സ്ഥിതി ചെയ്യുന്നു. സ്ത്രീകൾക്ക് എല്ലാവരെയും കാണുവാൻ സാധിക്കും, എന്നാൽ അവരെ ആർക്കും കാണുവാൻ സാധിക്കുകയുമില്ല. ഇതേമാതിരി തന്നെയാണ് ഈശ്വരൻ എല്ലാവരിലും ഇരിക്കുന്നത്. വെളിച്ചം കൊടുക്കുക വിളക്കിൻ്റെ സ്വഭാവമാകുന്നു. അതിൻ്റെ സഹായം കൊണ്ട് ചിലർ ഭക്ഷണം പാകം ചെയ്യുമായിരിക്കും, ചിലർ ആധാരത്തിൽ കള്ളയൊപ്പിടുമായിരിക്കും. ഇത് വിളക്കിൻ്റെ കുറ്റമാണോ? അതേ പ്രകാരം തന്നെ ഈശ്വര നാമോച്ചാരണം കൊണ്ട് ചിലർ മോക്ഷമടയുവാൻ ശ്രമിക്കുമ്പോൾ മറ്റു ചിലർ ഈശ്വരനാമത്തെ തങ്ങൾ ചെയ്യുവാൻ പോകുന്ന മോഷണ പ്രവൃത്തിയിൽ ജയം കിട്ടുവാനായി ഉപയോഗിക്കുന്നത് ഈശ്വരൻ്റെ കുറ്റമാണോ? മനോഭാവം എന്താണോ അത് ലഭിക്കും. ഭഗവാൻ കൽപ്പവൃക്ഷമാണ്. അദ്ദേഹത്തിൻ്റെ അടുക്കൽ എന്തു ചോദിക്കുന്നുവോ അത് കിട്ടും. പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ച ഒരാൾ പഠിച്ച് ഹൈക്കോടതിയിലെ ജഡ്ജിയാകുമ്പോൾ ഞാൻ വളരെ സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നീ ഭേഷായിരിക്കുന്നുവെന്ന് ഭഗവാനും അപ്പോൾ പറയുന്നു. അതിൽ പിന്നെ അയാൾ പെൻഷൻ വാങ്ങി വീട്ടിൽ താമസിക്കുമ്പോൾ ഈ ജീവിതത്തിൽ ഞാൻ എന്ത് വലിയ കാര്യം സാധിച്ചു എന്ന് തന്നെത്താനെ ചോദിക്കുന്നു. ഭഗവാനും അപ്പോൾ അതെ, നിനക്ക് എന്ത് ലഭിച്ചു എന്ന് ചോദിക്കുന്നു. ബ്രഹ്മവും ശക്തിയും തമ്മിൽ ഭേദമില്ല. ബ്രഹ്മം എപ്പോൾ നിഷ്ക്രിയാവസ്ഥയിൽ ഇരിക്കുന്നുവോ അപ്പോൾ അതിനെ ശുദ്ധ ബ്രഹ്മമെന്ന് പറയുന്നു. എപ്പോൾ സൃഷ്ടി, സ്ഥിതി, പ്രളയം മുതലായവ ചെയ്യുന്നുവോ അപ്പോൾ അതിനെ ശക്തി എന്നും പറയുന്നു. ഒരു ദിവസം ഈശ്വര കഥാപ്രസംഗമധ്യേ മധുരനാഥൻ പരമഹംസദേവനോട് ഇപ്രകാരം പറഞ്ഞു: ഭഗവാൻ, ഈശ്വരൻ കൂടി ലോകത്തിൻ്റെ നിയമം അനുസരിച്ച് നടക്കുന്നു. ഈശ്വരൻ്റെ ഇച്ഛ മാത്രം കൊണ്ട് സർവവും ചെയ്യാൻ കഴിയുകയില്ല. അതിനുത്തരമായി പരമഹംസദേവൻ പറഞ്ഞു: അത് എങ്ങനെയാകും? ഈശ്വരൻ ഇച്ഛാമയനാണ്. അദ്ദേഹം ഇച്ഛിച്ചാൽ എല്ലാം ചെയ്യുവാൻ കഴിയും. അതിന് മറുപടിയായി മധുരനാഥ ബാബു: എന്നാൽ അദ്ദേഹം ഇച്ഛിച്ചാൽ ഈ പൂച്ചെടിയിൽ, ചുവന്ന ചെമ്പരത്തി ചെടിയിൽ വെളുത്ത പുഷ്പം ഉണ്ടാക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചു. പരമഹംസദേവൻ: കഴിയാത്തതെന്ത്? അദ്ദേഹത്തിന് ഇച്ഛയുണ്ടെങ്കിൽ ഈ ചുവന്ന ചെമ്പരത്തി ചെടിയിൽ തന്നെ വെളുത്ത പുഷ്പം വികസിപ്പിക്കാൻ കഴിയും എന്ന് മറുപടിയും പറഞ്ഞു. എങ്കിലും മധുരബാബുവിന് ആ വാക്കിൽ അത്രത്തോളം വിശ്വാസം തോന്നിയില്ല. വാസ്തവത്തിൽ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ദക്ഷിണേശ്വര ക്ഷേത്രത്തിലെ ഉദ്യാനത്തിൽ ഒരു ചുവന്ന ചെമ്പരത്തി ചെടിയുടെ ഒരു ശാഖയിൽ വെളുത്ത പുഷ്പവും മറ്റൊരു ശാഖയിൽ ചുവന്ന പുഷ്പവും വികസിച്ചു വന്നു. പരമഹംസദേവൻ മുരടു സഹിതം അത് പറിച്ചെടുത്ത് മധുരബാബുവിനെ കാണിച്ചു. മധുരബാബു വളരെ ആശ്ചര്യത്തോടുകൂടി: അച്ഛാ, അങ്ങയുടെ അടുക്കൽ ഞാൻ മേലാൽ ഒരു കാര്യത്തെപ്പറ്റിയും തർക്കിക്കുകയില്ല എന്ന് പറഞ്ഞു. ഈശ്വരൻ ഒരേ സമയത്ത് സാകാരനായിരിക്കുന്നതും നിരാകാരനായിരിക്കുന്നതും എങ്ങനെയാണെന്നറിയാമോ? വെള്ളവും മഞ്ഞുകട്ടയും പോലെയാണ്. വെള്ളം കട്ട പിടിക്കുമ്പോൾ അത് സാകാരമായി തീരുന്നു. അത് പിന്നീട് ഉരുകി വെള്ളമാകുമ്പോൾ നിരാകാരമാവുകയും ചെയ്യുന്നു. മരണത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് ഭീഷ്മദേവൻ ശരശയനം ചെയ്ത സമയത്ത് അദ്ദേഹത്തിൻ്റെ നേത്രങ്ങളിൽ നിന്നും അശ്രുക്കൾ ഒഴുകിക്കൊണ്ടിരുന്നു. അത് കണ്ടിട്ട് അർജുനൻ ശ്രീകൃഷ്ണ ഭഗവാനോട് ഇങ്ങനെ ചോദിച്ചു: സ്വാമിൻ, ഇതെന്തൊരാശ്ചര്യം! എൻ്റെ പിതാമഹൻ വളരെ സത്യവാനും ഇന്ദ്രിയ നിഗ്രഹം ചെയ്ത ഒരു യോഗിയും ജ്ഞാനിയും അഷ്ടവസുക്കളിൽ ഒരാളുമാകുന്നു. അദ്ദേഹം കൂടി മായാമോഹിതനായി കരയുന്നുവല്ലോ. ശ്രീകൃഷ്ണ ഭഗവാൻ ഭീഷ്മദേവനോട് ഈ വിവരം അറിയിച്ചപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു: അല്ലയോ കൃഷ്ണ, ഞാൻ മായാമോഹിതനായല്ല കരയുന്നതെന്ന് അങ്ങേക്ക് തന്നെ അറിയാമല്ലോ. അങ്ങയുടെ ലീലയെപ്പറ്റി എനിക്ക് അല്പം പോലും അറിയുവാൻ സാധിക്കുന്നില്ലല്ലോ എന്ന വിചാരമാണ് എന്നെ വ്യസനിപ്പിക്കുന്നത്. യാതൊരു ദേവൻ്റെ തിരുനാമത്തെ ജപിക്കുന്നത് കൊണ്ട് മനുഷ്യർ സംസാര സമുദ്രത്തെ തരണം ചെയ്യുവോ? ആ ദേവൻ തന്നെ പാണ്ഡവന്മാരുടെ സാരഥിയായിരുന്നിട്ട് കൂടി അവരുടെ ദുഃഖങ്ങൾക്ക് യാതൊരു അവസാനവും കാണുന്നില്ലല്ലോ. മധുരബാബുവിൻ്റെ കൂടെ കാശിയിലിരിക്കുമ്പോൾ പരമഹംസദേവൻ ഒരു ദിവസം ത്രൈലംഗസ്വാമിയെ കാണുന്നതിനായി പോയി. ഭഗവാൻ സ്വാമിയോട് ഇപ്രകാരം പറഞ്ഞു: ഈശ്വരൻ ഏകനല്ലയോ? എന്നാൽ ആളുകൾ അനേകമെന്ന് പറയുന്നത് എന്തുകൊണ്ട്? ത്രൈലംഗസ്വാമി ആ കാലത്ത് മൗനവ്രതം അവലംബിച്ചിരുന്നു. അദ്ദേഹം ഒരു വിരൽ പൊക്കിപ്പിടിച്ച് സ്വല്പം ധ്യാനത്തിലിരിക്കുന്ന ഭാവം പോലെയായിട്ട് ആംഗ്യം കൊണ്ട് മറുപടി മനസ്സിലാക്കി കൊടുത്തു. അതായത്,
ഈശ്വരനെക്കുറിച്ച് ധ്യാനം ചെയ്തു നോക്കുമ്പോൾ കാര്യം മനസ്സിലാക്കുവാൻ കഴിയും. അപ്പോൾ ഏകനെന്ന് ബോധ്യപ്പെടും. തർക്കം പ്രയോഗിക്കുമ്പോൾ അനേകം എന്ന ബുദ്ധി വന്നു ചേരും. സാകാരമായിരിക്കുന്നത് യാതൊരാളോ അദ്ദേഹം തന്നെ നിരാകാരമാവും. ഭക്തൻ്റെ മുന്നിൽ ഈശ്വരൻ സാകാരനായി ആവിർഭവിച്ച് ഭക്തന് ദർശനം കൊടുക്കുന്നു. ഒരു മഹാസമുദ്രമെന്ന പോലെ കേവലം അന്തമില്ലാത്ത ജലരാശി. സ്വല്പമെങ്കിലും കര എവിടെയും കാണുന്നില്ല. അതികഠിനമായ തണുപ്പുകൊണ്ട് ചില സ്ഥലങ്ങളിൽ വെള്ളം ഉറച്ച് കട്ടയായി കാണുന്നു. ഇങ്ങനെയുള്ളൊരു മഹാസമുദ്രം ഏതു പ്രകാരമോ അതുപോലെ ഭക്തൻ്റെ ഭക്തിയുടെ ആധിക്യത്താൽ ഈശ്വരൻ അവൻ്റെ മുന്നിൽ സ്വരൂപിയായി പ്രത്യക്ഷമാകുന്നു. സൂര്യപ്രകാശത്തിൽ വീണ്ടും ഏതൊരു പ്രകാശം ഹിമം ഉരുകി മുമ്പത്തെ പോലെ ജലമായി തന്നെ തീരുന്നുവോ അതേ പ്രകാരം ജ്ഞാനമാകുന്ന സൂര്യൻ്റെ ഉദയത്തിൽ സാകാരനായ ഈശ്വരൻ ക്രമേണ നിരാകാരനായി തീരുന്നു.